ഉത്തർപ്രദേശിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് അറിയാനുണ്ട്. 80 സീറ്റുകളുള്ള ഉത്തർപ്രദേശ് ആര് പിടിക്കുന്നോ അവർ ഇന്ത്യ ഭരിക്കുമെന്നാണ് എല്ലാ കാലത്തും പറയാറുള്ളത്. BJP വമ്പിച്ച വിജയം ലക്ഷ്യമിടുകയാണ്. ഉത്തർപ്രദേശിൽ ഇത്തവണ കോൺഗ്രസ് സമാജ്വാദി പാർട്ടി സഖ്യത്തിന് അതിലെന്തെങ്കിലും മാറ്റം വരുത്താൻ കഴിയുമോ? ഇപ്പോ കഴിഞ്ഞ ദിവസവും കൂടെ അവിടുത്തെ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് പറയുന്നത് ഉത്തർപ്രദേശിൽ നിന്ന് 80 ജയിക്കുക, ഞങ്ങൾ 400 കടക്കും, വീണ്ടും ഒരിക്കൽ കൂടി മോദി സർക്കാർ. അതാണ് അദ്ദേഹത്തിന്റെ മുദ്രാവാക്യം. അങ്ങനെ ലക്ഷ്യം വെക്കുന്ന 80-ന് എത്രത്തോളം അടുത്തെത്തുന്നു, അതോ ദൂരെയാകുമോ എന്നുള്ളതാണ് അറിയാനുള്ളത്. അതുപോലെ തന്നെ ഇന്ത്യ സഖ്യത്തിനെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ പ്രതീക്ഷയാണ്. ഉത്തർപ്രദേശിൽ BJPയുടെ രഥത്തെ തടയാൻ അഖിലേഷ് യാദവിനും കോൺഗ്രസിനും കഴിയുമോ? കഴിഞ്ഞിട്ടുണ്ടോ? എന്താണ് ഉത്തർപ്രദേശ് പറയുന്നത്? നോക്കാം. വരട്ടെ ഉത്തർപ്രദേശിലെ സ്കോർ. ഉത്തർപ്രദേശിൽ 68 മുതൽ 74 സീറ്റുകൾ വരെ NDA മുന്നണി, 7 മുതൽ 11 വരെ ഇന്ത്യ മുന്നണി എന്ന് പറയുന്നു ഈ സർവേ. ഇന്ത്യ മുന്നണി നില മെച്ചപ്പെടുത്തുകയാണ് അഭിലാഷ്. ഇന്ത്യ മുന്നണി നില മെച്ചപ്പെടുത്തുകയാണ്. അതിനർത്ഥം എന്താണ്? നോക്കൂ, മാർച്ച് ആദ്യവാരം നടത്തിയ സർവേയേക്കാൾ ഏപ്രിൽ ആദ്യവാരം നടത്തുന്ന സർവേയിൽ ഇന്ത്യ മുന്നണിയുടെ പെർഫോമൻസ് മെച്ചപ്പെടുന്നുണ്ട്. മെയ് ആദ്യവാരമാകുമ്പോഴോ ജൂൺ 1 വരെ തെരഞ്ഞെടുപ്പുണ്ട്. രാജ്യത്ത് എല്ലാ സംസ്ഥാനങ്ങളിലും ഈ രീതിയിൽ ചെറിയ രീതിയിലാണെങ്കിലും മാറ്റങ്ങൾ കണ്ടു തുടങ്ങിയതായിട്ട് രാഷ്ട്രീയ നിരീക്ഷകർ, മാധ്യമപ്രവർത്തകർ, വിദേശ മാധ്യമപ്രവർത്തകർ, രാഷ്ട്രീയക്കാർ എല്ലാവരും പറയുന്നുണ്ട്. അത്തരത്തിൽ ഉള്ള സൂചനയാണ് ഉത്തർപ്രദേശിൽ നിന്ന് ഈ കാണുന്നത് എങ്കിൽ രാജ്യത്ത് മൊത്തത്തിൽ ചെറിയ രീതിയിലെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാകാൻ ഇപ്പോ ഈ BJP ക്ലെയിം ചെയ്യുന്നത് പോലെ ആകില്ല. അങ്ങനെയാണെങ്കിൽ സ്ഥിതി അങ്ങനെയാണെങ്കിൽ, അതായത് ഉത്തർപ്രദേശിൽ 60 സീറ്റിന് താഴേക്ക് BJP പോകുന്ന തരത്തിലുള്ള ഒരു രാഷ്ട്രീയ മാറ്റം ഉണ്ടാവുകയാണെങ്കിൽ അത് ഈ വലിയ ക്ലെയിമുകളെ ഒക്കെ തന്നെ ബാധിക്കുകയും ചെയ്യും. ഉത്തർപ്രദേശിൽ മാർക്കിന്റെ ആദ്യഘട്ട സർവേ നടത്തുന്നതിനേക്കാൾ മെച്ചപ്പെട്ട പ്രൊജക്ഷൻസ് ഈ ഇന്ത്യ മുന്നണിക്ക് ഈ സർവേയിൽ, രണ്ടാമത്തെ സർവേയിൽ ഉണ്ടാവുന്നു എന്നുള്ളതാണ് ഈ രാത്രിയിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായി ചൂണ്ടിക്കാണിക്കുന്നത്.